狼牙山玻璃栈道。一天就是好吃啊，就是好吃，你还争什么你你还争什么你？快走，别跟这个肠道里面的任何东西慢慢来，看到没？再走一步，再走一步。OK， OK。我也别回去了，我这边回去，什么？大哥，这腿高啊！哎呦，走！哎呀，大哥你等着我，大哥！哎呦，走！哎，腿高，大哥我们下不来了，我腿。ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ചൈനയാണ്. കോവിഡിന്റെ മുമ്പാണ് ഞാൻ ചൈനയിൽ പോയിരുന്നത്. അപ്പൊ അന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്, വീഡിയോസ് വളരെ കുറവാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു പ്രൊഫഷണൽ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് അല്ല ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ചാനൽ തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ ക്ലിയർ കമ്മിയും അങ്ങനത്തെ കുറെ വീഡിയോസ് അത്ര പെർഫെക്റ്റ് ആയിരിക്കൂല. അപ്പൊ എന്നാലും ചൈനന്റെ ഏകദേശം കുറച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ചൈനയിലെ ഷാങ്ഹായ്, ബീജിങ്, ലോകപ്രസിദ്ധമായ നമ്മുടെ ചൈന വാൾ ഉണ്ടല്ലോ, ലോകാത്ഭുതങ്ങൾപ്പെട്ടത്, ഇതൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു എപ്പിസോഡാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും ഈ ഒരു എപ്പിസോഡ്. ഞാനിപ്പം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നേരെ ബീജിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ സിംഗപ്പൂർ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബോർഡിംഗ് പാസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ സിംഗപ്പൂർ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നത് ഇപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്ന് നേരെ ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗ് എയർപോർട്ടിലേക്കാണ് നമ്മളുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നല്ല കാർപ്പറ്റൊക്കെ വെച്ച് നല്ല ഉഷാർ എയർപോർട്ടാണിത്. അപ്പോൾ നമ്മൾ ടൈമായിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ചാങ്കി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് ജൂലൈ 1 1981 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്, ഈ ചാങ്കി എയർപോർട്ടിൻ്റെ. സിംഗപ്പൂരിൻ്റെ കിഴക്കേ അറ്റത്ത്, പിന്നെ സിംഗപ്പൂരിൻ്റെ ഡൗൺ ടൗൺ കോറിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ വിട്ടിട്ട് ചാങ്കി ജില്ലയിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഈ എയർപോർട്ട് ലോകത്തിലെ 18ാമത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. 2019 4 കിലോമീറ്റർ നീളമുള്ള 3 റൺവേകളാണുള്ളത്. നമ്മുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ടൈമായിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോട്ടെ. അപ്പം ഇനി നമ്മൾ വിമാനത്തിൽ കയറാൻ പോവുകയാണ്. നമുക്കിനി ബാക്കി വിമാനത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഇത് വലിയ വിമാനമാണ്. മുകളിൽ തട്ടുണ്ട്, താഴത്തൊരു തട്ടുണ്ട്. നമ്മളൊക്കെ താഴെ ഉള്ളത് വലിയ ഫ്ലൈറ്റാണ്. എയറോസ്റ്റസുമാർ ഓരോന്ന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്.
വിൻഡോ സീറ്റാണ് എൻ്റെ സീറ്റുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ കൊണ്ടുവന്ന ചിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് പിന്നെ മെനു കാർഡാണ്. ഇവരപ്പം ഒന്ന് ഫോട്ടോ എടുക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളെ അല്ലേ പിന്നെ ഭയങ്കര പ്രശ്നമാണ് മറ്റുള്ള ഫ്ലൈറ്റിലൊക്കെ. ഇത് ലഞ്ച് അയക്കുന്ന ഐസ്ക്രീമും ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വിമാനത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഒന്ന് കണ്ടോളൂ. ഇതാണ് ഫ്ലോറ്. ഇനി ഇതിലേ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടല്ലേ, ഇത് താഴേക്ക് കോണി. ഇൻ്റെത് താഴെ തന്നെയാണ് സീറ്റുള്ളത്. ഇതിലേ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോവാം. ഇതൊരു കുറഞ്ഞൊരു ഏരിയ, അങ്ങനെ മുകളിലുള്ള സീറ്റിംഗ് ഏരിയ ഉണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ ഒന്നിങ്ങനെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ചൈനയിലെ ബീജിംഗ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ബീജിംഗ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒന്ന് കറങ്ങിക്കാണാം. ഇത് ഇവിടുത്തെ ബീജിങ്ങിലെ ഷൂനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. മാർച്ച് 1, 1958 ഇത് തുറന്നിട്ടുള്ളത്. ഈ ബെയ്ജിങ്ങിൻ്റെ നഗരമധ്യത്തിൽ നിന്ന് 32 കിലോമീറ്റർ വടക്ക് കിഴക്ക് ചായോങ്ങിലാണ് ഈ ഷൂനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. 3657 ഏക്കറാണ് ഇതുള്ളത്. ഈ എയർപോർട്ടിൽ ഇറങ്ങിയ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇസ്ലാമാബാദിൽ നിന്ന് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഇതിലായിരുന്നു ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുണ്ട്. ഓരോരുത്തർക്ക് സെൽഫായിട്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്തു പോവാം. ഇതൊക്കെ കഴിഞ്ഞ് ലഗേജ് കിട്ടുന്ന സ്ഥലം ഇനി വേറൊരു ഭാഗത്താണുള്ളത്. അപ്പോൾ അവിടേക്ക് ഇനി ഇവിടുന്ന് മെട്രോയിൽ പോകണം. ഇവിടെ അങ്ങനെ കുറേ സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു ഗ്ലാസ്സിൽ നല്ല സൂപ്പർ എയർപോർട്ടാണ്. ബീജിംഗ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ട് മെട്രോ. ഇതിൽ പോയിട്ട് ഇനി കഴിഞ്ഞിട്ട് വേണം ഇനി ലഗേജൊക്കെ എടുക്കാൻ. അപ്പോൾ ഇതാണ് ആ സർവീസ്. അപ്പം ഇനി നമ്മളും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ലഗേജിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതാണ്, മെട്രോൻ്റെ അകത്താണ്. ചൈന കസ്റ്റംസ്. ഇപ്പോൾ പുറത്തിറങ്ങിക്കുന്നത്. ഇനി ലഗേജ് എടുത്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോകണം. നല്ലൊരു എയർപോർട്ടാണ് ബീജിംഗ് എയർപോർട്ട്. ഇവളാണ് നമ്മളുടെ ചൈന ഗൈഡ്. ഇവൾക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. ഞാൻ ഈ യാത്രയിൽ എപ്പോഴും നമ്മളെ ഗൈഡുമാരൊപ്പം നിന്നിട്ടൊരു വീഡിയോ ഫോട്ടോ എടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഞങ്ങൾ ബസ്സിലാണേ. അതായത് നമ്മൾ എവിടുന്നെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോട്ടോ വല്ല പോലീസ് സ്റ്റേഷനോ മറ്റായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പം ഇവരെ ഗൈഡുമാരെ മൊത്തം ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർ തിരഞ്ഞു പിടിച്ച് എടുത്തോളും. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തോളുകൊണ്ട് എപ്പോഴും ഗൈഡുമാരൊപ്പം നിർത്തിയിട്ടുള്ള ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കുക. ഞാൻ മുമ്പ് ഇട്ട എപ്പിസോഡുകളുണ്ട്. ഈ യൂറോപ്യൻ, സ്കാൻഡിനേവിയൻ, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റൊക്കെ ഉള്ള യാത്രകളിൽ അതിലൊക്കെ എൻ്റെ ടൂർ ഗൈഡ്സിൻ്റെ വീഡിയോസ് കാണാം, ഒപ്പം വന്നിട്ടുള്ള ഫോട്ടോസൊക്കെ.
അപ്പോൾ സൂര്യൻ അസ്തമിക്കാനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 6:50 അയക്കുന്നത്. ഞാൻ ഈ ഗൈഡിൻ്റെ ഫോട്ടോ എടുക്കുക എന്തിനാന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ താമസ സ്ഥലമോ മറ്റോ കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് ഗൈഡിന് അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിച്ചേരും. നമ്മളിപ്പോൾ ലൊക്കേഷനൊക്കെ ഹോട്ടലൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് നമ്മൾ അന്തം വിട്ട് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്കിത് ഗൈഡിൻ്റെ ഫോട്ടോ കൊണ്ട് ഉപയോഗപ്പെടുക. ബീജിംഗ് സിറ്റിയിലൂടെ ഇപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊക്കെയാണുള്ളത്. ഈ ബീജിങ്ങിൽ വേറൊരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? അവിടെയൊക്കെ നമ്മളിനി കാണാൻ പോകും ഇനി നാളെയൊക്കെ ആയിട്ട്. അതായത് ഒരു ലോകാത്ഭുതം ഉണ്ട് ഇവിടെ. ചൈന വാൾ എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ചൈന വാളൊക്കെ ഉള്ളത് ഇവിടെയാണ്, ബീജിങ്ങിലുള്ളത്. പിന്നെ ഇവിടെയുള്ള വേറെ സിറ്റിയാണ് ഷാങ്ഹായ് ഉണ്ട്. അതൊക്കെ ഇനി കാണണം നമുക്ക്. നിങ്ങളെ പിന്നെ മൊബൈലൊന്നിങ്ങനെ തിരിച്ചു പിടിച്ചോളി. ഞാൻ ഈ സിറ്റിയിലൂടെ ഉള്ളൊരു യാത്ര എടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഗൈഡ്. അത് കഴിഞ്ഞിട്ടുള്ളും ഹോട്ടലിലേക്ക് പോകുന്നത്. ഇന്ന് ഫുള്ള് റെസ്റ്റാ ബാക്കി. ഇപ്പോൾ സമയം 7:15 രാത്രി. നമ്മൾ ഇവിടുന്ന് വഴിയിൽ നിന്ന് ഡിന്നറും കഴിച്ച് പോകണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇവിടെ ഉള്ളൊരു അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു മാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കാണാം. ഇതൊരു പരസ്യ ബോർഡാണ്, കണ്ടില്ലേ നീളത്തിൽ. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഇനി ഞാൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് തിരിക്കാൻ പോവാണ്. കാരണം അങ്ങനെയാണെങ്കിലുള്ള ഇത് കാണുള്ളൂ, അല്ലാണ്ട് ഇത് മനസ്സിലാവില്ല. ശരിക്കും ശ്രദ്ധിച്ചാൽ പിടുത്തം കിട്ടും എവിടെയാണ് ഇത് എന്നുള്ളത്. കണ്ടില്ലേ, ഇത് എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീലിങ്ങിലാണ് ഈ പരസ്യം കാണുന്നത്. കണ്ടോ, ഇതിൻ്റെ സെൻറ്ററിൻ്റെ ടോപ്പ് ഉണ്ടല്ലേ, അങ്ങനെ നീളത്തിൽ അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ഭാഗം മൊത്തം പരസ്യമുണ്ട്. ക്യാമറ അങ്ങനെ തിരിച്ചെങ്കിൽ എളുപ്പം ഇത് കിട്ടുള്ളൂ. ഇതിവിടെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്, ഒരു ഫൗണ്ടനാണ്. കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുടുംബങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയും കണ്ടില്ല സീലിങ്ങിനുള്ള പരസ്യങ്ങളെ കൊണ്ടൊരു തിരക്കാണ്. കംപ്ലീറ്റ് മൂവ് ചെയ്യുന്ന പരസ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിക്കുന്നത്. ഇനി ഒന്ന് ഉറങ്ങിയിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പുറത്തിറങ്ങാം. ഇപ്പോൾ സമയം രാവിലെ 6:25. ഞാൻ എൻ്റെ ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ചയാണ്. ഗ്ലാസ്സുമലൊക്കെ ആകെ ചളിയും പൊടിയൊക്കെ ഉണ്ട്. അതാണ് ഇതിനൊരു മൂടലുണ്ടല്ലേ, ഇതാണ് നമ്മളുടെ ഗ്ലാസ്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ്. ചൈനൻ്റെ ബീജിംഗ് സിറ്റി തന്നെ ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് പുറമുള്ള റോട്ടിലെ കാഴ്ചകൾ. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് എൻട്രൻസ്. ഇവിടെയാണ്. ഇതൊക്കെ നമ്മളുടെ ഹോട്ടൽ താമസിക്കുന്ന റൂമുകളാണ് ഈ കാണുന്നതൊക്കെ. നല്ല വലിയ ബിൽഡിങ്ങാണ്. ഇപ്പോൾ സമയം 7:25 അയക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് റോട്ടിലേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ്. ഇങ്ങനെ ഒരു ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ തെരുവിൽ പലരും രാവിലത്തെ ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. കുട്ടികളും മാതാക്കളും ഒക്കെ കൂടിയിട്ട് ഒന്നിച്ച് പോകുന്നു സ്കൂട്ടറിൽ. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ നമുക്കങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഇതിവിടുത്തെ ചൈനീസ് ടാക്സിയാണ് ഈ കാണുന്നത്. രാവിലെ തന്നെ ജോലിക്ക് പോകുന്നവരാണ് ഇവിടെ. സൈക്കിളിൽ തന്നെ എല്ലാവരും കൂടുതൽ പേരും ജോലിക്ക് പോകുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ഓംലെറ്റ്, ഒരു ബീൻസ് വറുത്തതുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ നമ്മളെ ഗൈഡിൻ്റെ അസിസ്റ്റൻ്റാണ്, അതായത് ട്രെയിനിങ്ങിലാണുള്ളത്. ഇവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് നിന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥലത്താണുള്ളത്. അത് ചൈനയിൽ വന്നാൽ എല്ലാവരും ഇവിടേക്ക് വരണം, ഈ ഒരു സ്ഥലത്ത്. ഇവളാണ് നമ്മളുടെ അസിസ്റ്റൻ്റ് ഗൈഡ്, അതായത് ട്രെയിനിയാണ് അവൾ. പണ്ടൊരു മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അതേ ഒരു ലുക്കുള്ളൊരു പെണ്ണുങ്ങളാണ് ഇവൾ. ബീജിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ
ഇവിടെ ഒരു സിറ്റി ഉണ്ട്, ഫോർബിഡൻ സിറ്റി എന്ന് പറയും. അതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പം ഞാനുള്ളത്. അതിൻ്റെ മലയാളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കപ്പെട്ട നഗരം എന്നാണിത് ഇതിനെപ്പറ്റി പറയാം. ഇതൊരുപാട് ഏരിയ ഉണ്ട് ഈ ഒരു ഭാഗം. കണ്ടമാനം ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഓപ്പൺ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവരൊക്കെ ടൂറിസ്റ്റേഴ്സാണ്. ഇത് നിൽക്കുന്നത് ബീജിങ്ങിലെ ഇമ്പീരിയൽ സിറ്റിയുടെ മധ്യഭാഗത്താണ്. ഒരു സാമ്രാജ്യ കൊട്ടാര സമുച്ചയമാണിത്. ഇത് 24 കിങ് രാജവംശത്തിൻ്റെ ചക്രവർത്തിമാരുടെ വസതിയായിരുന്നു മുമ്പ്. 1420 മുതൽ 1924 വരെ ഏകദേശം 500 വർഷത്തിലേറെയായി ചൈനയിലെ രാഷ്ട്രീയ അധികാര കേന്ദ്രമായിരുന്നത്. ഈ കൊട്ടാരം ഇപ്പോൾ പാലസ് മ്യൂസിയമാണ് നിയന്ത്രിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികപ്പെട്ട സ്ഥലമാണിത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ചൈനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കൊട്ടാരമാണിത്. കൂടാതെ ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും വലിയ സംരക്ഷിത രാജകൊട്ടാര സമുച്ചയം കൂടിയാണ് ഇത്. കണ്ടമാനം ജനങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. 1406, 1420 കാലഘട്ടത്തിലാണ് ഇത് പണി കഴിച്ചത്. മിങ് രാജവംശത്തിൽ ഓരോ ഉണ്ടാക്കിയിട്ടുള്ളത് 72 ഹെക്ടറാണ് ഇത് സ്ഥലമുള്ളത്. ഇതിൻ്റെ വാസ്തുവിദ്യ ചൈനീസ് വാസ്തുവിദ്യയാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ളത്. അതിൻ്റെ റൂഫൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് കണ്ടില്ല, ഏറ്റവും ടോപ്പ് ഉണ്ടല്ലേ. ഇതാണ് ടിയാനൻമെൻ. ഇതിലേക്കുള്ള എൻട്രൻസ് കവാടം ഇവിടെ നിന്നാണുള്ളത്. ഈ ടിയാൻമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഒരുപാട് സമയമാണിത് കംപ്ലീറ്റ് കണ്ട് കഴിയാൻ നമ്മളെ ഗൈഡിൻ്റെ അസിസ്റ്റൻ്റ് ആ പെണ്ണുങ്ങളും പറഞ്ഞിരുന്നു. സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഈ മിങ് രാജവംശത്തിൻ്റെ ഞാൻ പറഞ്ഞുള്ളത് അത് 1420 കാലത്ത് ആദ്യമായി നിർമ്മിച്ച ടിയാനൻമെൻ ചക്രവർത്തിയുടെ വസതിയുടെ പ്രവേശന കവാടമായിരുന്നു ഇത്. കൊട്ടാരത്തിലേക്കുള്ള എല്ലാ സന്ദർശകരും ഇതിൽ കൂടെയാണ് കടന്നിരുന്നത്. 1949 മാവോ സേതുങ് ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ തുടക്കത്തിൽ കയറുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഛായാചിത്രമുണ്ട്. ഈ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ വടക്ക് ഭാഗത്താണ് ഇത് ഈ ടിയാനൻമെൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇനി നമുക്കിതിങ്ങനെ കംപ്ലീറ്റ് ഒന്ന് കറങ്ങി അങ്ങനെ കാണാം. ചൈനീസ് വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീലിംഗ് ഉണ്ടല്ലോ ഏറ്റവും ടോപ്പിൽ, അതൊക്കെ ആ ഒരു മോഡലിലാണ്. ബുദ്ധന്മാരുടെ ആശ്രമം ഒക്കെ ആ ഒരു ടൈപ്പിലാണ് അവരുടെ റൂഫ് ഉണ്ടാകൽ.
അപ്പോൾ കൊട്ടാര സമുച്ചയത്തിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ ചൈനയുടെ തലസ്ഥാന നഗരമാണല്ലോ. ഇതിന് മുമ്പ് ഉള്ള പേര് പെക്കിംഗ് എന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ദേശീയ തലസ്ഥാന നഗരമാണ് ഈ ബെയ്ജിങ്. ബെയ്ജിംഗ് എന്ന് പറയും, ബീജിംഗ് എന്നും പറയാറുണ്ട്. ഇവിടുത്തെ വലിയ നഗരം ഷാങ്ഹായ് ആണ്. ഷാങ്ഹായ് കഴിഞ്ഞാൽ പിന്നെ ചൈനയിലെ രണ്ടാമത്തെ വലിയ നഗരമാണിത്. ഇത് വടക്കൻ ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10ാമത്തെ നഗരമായിട്ടാണ് ഇതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒരു നൈറ്റ് ഫ്രാങ്ക് എന്ന് പറഞ്ഞ അത് ലണ്ടനിലുള്ള ഒരു ആഗോള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയാണത്. ഇനിയിപ്പോൾ നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം. 12:15 കഴിഞ്ഞിരിക്കുന്നപ്പോൾ സമയം. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ടേബിളിൻ്റെ മുകളിൽ എല്ലാതും കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിവിടെ ഇതുപോലെ ഇങ്ങനെ ഈ താറാവിൻ്റെ പീസ് ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ടത് ഇതിനോട് കത്തിയുണ്ട്. ഇതൊരു മൾബറി ഫാക്ടറിയിലാണ്. അപ്പോൾ അവിടുത്തെ പട്ടുനൂല് ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ഉള്ളൊരു ക്ലാസ്സും അതിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണത്. ഇവിടെ ഇതിൻ്റെ സെയിലുണ്ട്. ഇത് കണ്ടിട്ടില്ലേ? ഇത് മുമ്പ് നാട്ടിൽ ഇതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെയൊക്കെ ട്രെൻഡ് പോയി മാറിയിരിക്കുന്നു. ഏതായാലും അടിപൊളി ഷോപ്പാണിത്. ഇത് ബീജിങ്ങിലെ ടെമ്പിൾ ഓഫ് ഹെവൻ ആണ്. അതായത് സ്വർഗക്ഷേത്രം എന്ന് പറയും ഇവർ. ഇപ്പം സമയം 3:15. ഭയങ്കര വെയിലാണ്, അതാണ് വലിയ ക്ലിയർ ഇല്ലാത്തത്. ബീജിങ്ങിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സാമ്രാജ്യത്വ മതപരമായ കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇത്. മുമ്പ് ഇവിടുത്തെ മിങ്, ക്യുങ് രാജവംശങ്ങളിലെ ചക്രവർത്തിമാർ ഈ സമുച്ചയം സന്ദർശിച്ചിരുന്നു. അതെന്തിനാ സന്ദർശിച്ചതെന്ന് വെച്ചാൽ ഇവിടെ സ്വർഗത്തോടുള്ള പ്രാർത്ഥന ചടങ്ങുകൾ ഇവിടെ എല്ലാ വർഷത്തിലും നടക്കാറുണ്ടായിരുന്നു. അന്ന് 1998 ഇത് ലോക പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഇത് മുമ്പ് ആ കൊട്ടാരം ഉണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 1400 1420 ആ കാലഘട്ടത്തിൽ. 16-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പിന്നെ ജിയോങ് ചക്രവർത്തി. അദ്ദേഹമാണ് ഈ സമുച്ചയം പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഇത് വിപുലീകരിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. ഇതിവിടെ ഒരു ചൂതാട്ട കേന്ദ്രം ഉണ്ട്, ഇങ്ങനെ ഷീട്ടുകളി അതൊക്കെ ചെയ്യുന്നൊരു ഭാഗത്ത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ റോഡ് സൈഡിലൊരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നിന്നിട്ട് കളിക്കുകയാണ് ഇവരെല്ലാവരും. പൈസക്കാണ് കളിക്കുന്നത്, ക്യാഷ് വെച്ചിട്ട് തന്നെയാണ് കളിയൊക്കെ. അപ്പോൾ നമുക്കങ്ങനെ കാണാം. ആണും പെണ്ണും ഒക്കെ ഒന്നിച്ചിരുന്നിട്ടാണ് ഇവിടെ കളിയും കാര്യങ്ങളും. ഇതൊരു കാക്കനെ കോലുമ കുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് ഇദ്ദേഹം. ഇവിടുത്തെ ഒരു തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. ഈ തിയേറ്ററിൽ ഒരു ലൈവായിട്ടൊരു ഇവരെ ചൈനീസ് നാടകമുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇതൊക്കെയാണ് സീറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ ആളുകൾ കുറവാണ് പൊതുവെ. അപ്പം നമുക്കിത് കാണാം. അങ്ങനെ ഇത് കാണാൻ വന്ന സ്കൂൾ കുട്ടികളാണ് ഇവരെല്ലാവരും. ഒക്കെ ചൈന കുട്ടികളാണ്. അപ്പോൾ അവിടെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. ഇപ്പോൾ സമയം 6:30 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ടൂറിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ സൈക്കിളിന്മേലാണ് കൂടുതൽ പേരും യാത്ര ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ ട്രെയിന് പോകുന്നവരാണ്, ബസ് പോകുന്നുണ്ടല്ലേ. ഇലക്ട്രിക്കിൻ്റെ കണക്ഷനാണ്. അതിൻ്റെ ടോപ്പിൽ കമ്പിമക്കൂടി ടച്ച് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണിത്. ഇവിടെ പല സ്ഥലങ്ങളിലും ഇതേപോലെയാണ് ബസ്സുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം രാത്രി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബീജിംഗ് സിറ്റിയിൽ കൂടി. അപ്പം അങ്ങനെ പോവുകയാണ് നമ്മൾ. നേരത്തെ നമ്മൾ കണ്ടിരുന്ന വിലക്കപ്പെട്ട ആ ഇതുണ്ടല്ലോ നഗരം, ആ ഒരു ഭാഗത്ത് അവിടുത്തെ രാജവംശത്തിൻ്റെ പിന്നെ ചക്രവർത്തിമാർ, പിന്നെ ഇവരുടെ രാജവംശത്തിൻ്റെ അവസാനം വരെ ഇവരുടെ പിന്നെ ശൈത്യകാല വസതിയും ഒക്കെ അത് ആയിരുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലേ. ആ ഇപ്പം മുമ്പ് രാജവംശം താമസിച്ചിരുന്ന ആ പാലസ് മ്യൂസിയത്തിൽ 4-9 റൂമുകളുണ്ട്. അതായത്
9,999 റൂമുകളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നതിൻ്റെ അകത്ത്. അതിൻ്റെ ആ കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ 178 ഏക്കറിലാണ് ആ ഒരു കൊട്ടാര സമുച്ചയം ഉള്ളത്. തടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് അത് പിന്നെ ഈ യുനെസ്കോ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത്. 2012 മുതലാണ് പിന്നെ വിലക്കപ്പെട്ട നഗരം ഏകദേശം ഒരു പ്രതിവർഷം ശരാശരി 14 ദശലക്ഷം സന്ദർശകരെ വന്നു പോയിട്ടുണ്ടെന്നാണ് കണക്ക്. 1961 ഈ ചൈനക്കാർ അവരുടെ ദേശീയ പ്രധാന സാംസ്കാരിക അവശിഷ്ടങ്ങളുടെ ആദ്യ ബാച്ചായിട്ടാണ് ആ ഒരു കൊട്ടാരം ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഈ ചൈനീസ് പൊതുജനങ്ങൾക്കും രാഷ്ട്രത്തിനും ഈ കൊട്ടാരം വലിയ പ്രധാനമുള്ളതാണ്. അവർ പലപ്പോഴും തങ്ങളുടെ പൂർവികരുടെ സാംസ്കാരികവും സ്വർഗീയവുമായ കന്യായി ഇതിനെ കാണുന്നുണ്ട്, ആ ഒരു കൊട്ടാര സമുച്ചയത്തിന്. അവരെപ്പോഴും എല്ലാവരും വന്ന് സന്ദർശിക്കും ചൈനക്കാർ അവിടെ സ്ഥിരമായിട്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഈ പാമ്പും ഇതൊക്കെ ഉണ്ടെന്ന് പറയില്ല, അതൊന്നും വലിയ വലിയ റെസ്റ്റോറൻറ്റിലാണ് കിട്ടുക. അവിടെ ഒന്നും നമ്മൾ കയറിയിട്ടില്ല. ഇതൊക്കെ ഒരു സാധാരണ നമ്മളെ ഇന്ത്യൻ ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചയൊക്കെ ഒന്നും ഇങ്ങനെ കാണാം. അപ്പോൾ ഇതാണ് ഫുഡ്. റൊട്ടിയുണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട്, പിന്നെ ബസുമതി റൈസ് ഉണ്ട്. നീളത്തിൽ അങ്ങനെ ഇരിക്കണം ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ശേഷം ഐസ്ക്രീമും ഉണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം. ബീജിങ്ങിലെ ആ നീളത്തിലുള്ളൊരു ബിൽഡിംഗ് കണ്ടില്ലേ, വളരെ വണ്ണം കുറഞ്ഞിട്ടുള്ള ആ ബിൽഡിങ്ങിൻ്റെ പേരാണ് ചൈനാസൺ. അങ്ങനെ ദൂരെ കണ്ടില്ലേ, അതാണ് ബീജിങ്ങിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഉള്ളത്. 527.7 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഇത് വേറൊരു കെട്ടിടമാണ്. ഇതിങ്ങനെ ഞാൻ ക്യാമറ അങ്ങനെ ചെരിച്ചു പിടിച്ചാണ് നിങ്ങളുള്ളത് അതിൻ്റെ ഫുള്ള് കാണുള്ളൂ. ഇത് ഇതേപോലെ സെൻട്രൽ കംപ്ലീറ്റ് ഹോളായിട്ടുള്ള ഒരു ബിൽഡിംഗാണ്. ഈ സ്ഥലങ്ങൾ ഈ ബീജിങ്ങിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റാണ്. ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ബീജിംഗ് പട്ടണം. ഇതുണ്ടല്ലോ, ഇതാണ് ആ നേരത്തെ കാണിച്ചിരുന്ന ബിൽഡിങ്. ഇത് ഫുൾ ലെങ്ത് നമ്മളൊരു ക്യാമറയിൽ ഒതുങ്ങൂല. പണ്ട് പപ്പു പറഞ്ഞ പോലെ ഇതൊക്കെ ചെറുത്, ഇനി വലുത് ഇതിലും വലുത് വരാണ്ട്. ഇനി ഷാങ്ഹായിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇവിടെയൊക്കെ ഒന്നായിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവരിവിടെ, ഉണ്ടല്ലേ. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ചൈനാസൺ ബിൽഡിങ്ങിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള 2018 സെപ്റ്റംബർ 30 അതിൻ്റെ പണി കഴിഞ്ഞത്. 2011 അതിൻ്റെ തറക്കല്ലിട്ടിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, കംപ്ലീറ്റ് വേറെ തരത്തിലുള്ള ബിൽഡിങ്ങുകളെ കൊണ്ടൊരു തിരക്കാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം. നല്ല 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 ബിൽഡിങ്ങുകളാണ് കംപ്ലീറ്റ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ജ്വല്ലറി എന്ന് പറയും. അതായത് ഇവിടെയുള്ള ചൈനക്കാർ ഈ കല്യാണത്തിന് ഗോൾഡ് ഉപയോഗിക്കാറില്ല, ഗോൾഡും സിൽവറൊന്നും. ഇവരൊക്കെ ഒരു ജൂട്ട് എന്നിട്ടൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ കുറേ മോഡലുകളുള്ളതിൻ്റെ ഒരു ഷോപ്പാണ് അത്. ചൈനയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ടൂറിസ്റ്റേഴ്സിനെ കൊണ്ട് കാണിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ അത് നിങ്ങളങ്ങനെ കണ്ടോളൂ. ഇതിൻ്റെ പല മോഡലിൽ ഉണ്ടാക്കുന്നുണ്ട് ഇവർ. അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ സെയിലും ഉണ്ട്, വിശദീകരിക്കുന്നുണ്ട് ഇവർ. Yellow color is the royal color for long life, longevity. Red is the Chinese color. It means happiness. Now we also have the white and the black. That is yin and the yang. White and black. No school to learn how to cultivate. No school. We learn from mother, father, grandparents. And the future That's the Jade for the tornado. If you wear the Jade light, according to body temperature, sea oil, this power change grow. After more translucent
the blue and white color, right? Supposedly, but this one we call it colloid. That is made of copper. Yeah. In Asian China, especially in the Ming Dynasty, because this one is the first that started in the Ming Dynasty. We bring everybody come here. So you see here, the Chinese is every year, even for gas or different support, inside. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇനി പുറത്തിറക്കാണ്. ഇനി ലഞ്ച് കഴിക്കണം. ഇപ്പോൾ സമയം 12:10 അയക്കുന്നത്. അപ്പോൾ നമ്മൾ ബൊഫേ സിസ്റ്റമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം. ചൈന ഐറ്റംസാണ്. പാമ്പും തേളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് കഴിക്കാം. ഇവിടുത്തെ രസം വേറെ രസം ഇവിടുത്തെ കാണിച്ചു തരാം, കണ്ടോളൂ. അതായത് ഇവിടെ നമ്മൾ ടേബിൾ മേൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ചെറിയ ഗ്യാസിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് വെച്ച് തരും. എന്നിട്ട് നമ്മൾ തന്നെ നമ്മൾ പൈസ എടുക്കും വേണം, നമ്മൾ തന്നെ ഉണ്ടാക്കണം വേണം എന്നുള്ള അവസ്ഥയാണ്. സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തരും. നമ്മളങ്ങനെ വേവിക്കുക, കഴിക്കുക. ഇതൊരു ചൈനീസ് ഫാമിലി. സെൻട്രലിൽ അതങ്ങനെ തിരിയും. അത് ആവശ്യമുള്ളവർക്ക് അതങ്ങോട്ട് എടുത്തിട്ട് അവർക്ക് തന്നെ സ്വന്തം കുക്ക് ചെയ്യുക. ഒരു ഹാഫ് കുക്കിങ്ങാണ് ഇവരൊക്കെ ചെയ്യുക, ഉണ്ടല്ലേ. ഏതായാലും 2 കോലിൻ്റെ മുകളിൽ അവരെ തീറ്റ. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു സ്ഥാപനമുണ്ട്. ഈ പാത്രങ്ങൾക്കൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ അതൊന്ന് കാണാം. നല്ല രസമായിട്ട് ബ്രഷ് കൊണ്ട് അങ്ങനെ കൈവർക്കാണ് ചെയ്യുന്നത്. പലവിധ കളറുകൾ. ഞാനിപ്പോൾ ഉള്ളത് ഗ്രേറ്റ് ചൈന വാളിൻ്റെ അങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ളതിൻ്റെ താഴത്ത് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമുക്കിതിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടങ്ങനെ പോവാം. അപ്പോൾ ഇതാണ് അതിൻ്റെ വാളിൻ്റെ ഭാഗം. അപ്പോൾ ഇതിങ്ങനെ കണ്ട് അങ്ങനെ പോകുന്നൊരു ചെറിയ ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഏതായാലും കുറച്ച് ദൂരം ഞാനൊന്നിങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഏകദേശം എല്ലാ ലോകാത്ഭുതം കണ്ട ഒരാളാണ്. ഇത് മനുഷ്യനിർമ്മിതമായ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ചൈന വൻമതിൽ എന്ന് പറയുന്നത്. ഇത് പല ശാഖകളടക്കം 6325 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണ് ഈ ചൈന മതിൽ എന്ന് പറയുന്നത്. ചന്ദ്രനിൽ നിന്ന് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കാണാവുന്ന ഒരേ ഒരു മനുഷ്യനിർമ്മിത വസ്തു ഇതാണെന്ന് വളരെ കാലമായിട്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ മനുഷ്യന് ചന്ദ്രനിൽ പോയ ശേഷമാണ് ഈ ധാരണ പിന്നെ മാറിയത്. പിന്നീട് ചൈനക്കാരായ ബഹിരാകാശ സഞ്ചാരികൾ ഇത് ശരിവെക്കുകയും ചെയ്തു. അപ്പം ഞാനങ്ങനെ കയറി പോവുകയാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുക. ഇവിടെ പലരും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചുമരുമ്പലും ഈ മതിലിൻ്റെ മുകളിൽ. ഇതിങ്ങനെ കയറി കഴിഞ്ഞ് കുറച്ചങ്ങനെ പോകുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ വലിയ സ്ക്വയറിൽ. പിന്നെ അവിടുന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് കയറാം. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് ദൂരത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ മതിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്നിങ്ങനെ കാണാം. ഞാൻ അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറുന്ന ക്യാമറ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് കയറ്റേണ്ടല്ലേ. ഇതാണ് സ്റ്റെപ്പുകൾ. അമ്മ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഹാൻഡ് റെയിൽ ഉണ്ട് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ളത്. ചിലരിങ്ങനെ സ്റ്റിക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലേ. പലരും ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ മുകളിലേക്ക് കയറാണ്. മറ്റേ താഴത്തേക്ക് ഇറങ്ങുന്നവരെ കണ്ടില്ല. ഇതാണ് സ്റ്റെപ്പുകൾ. ഇങ്ങനെ സ്റ്റെപ്പ് കയറി 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 അങ്ങനെ മുകളിലേക്ക് പോകണം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാം. ഒരു മൂടൽ ഉണ്ട്, ചുറ്റുപാടും മലകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങ് ദൂരത്തെ ഇതല്ല, ഈ ലെങ്ത്തിലാണ് അതങ്ങനെ പോകുന്നത്. ഇതിപ്പോൾ താഴ്ഭാഗമാണ്, നമ്മൾ വന്ന് കയറിയിട്ടുള്ള ആ ഒരു സ്റ്റാർട്ട് ചെയ്തൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഞാൻ ഇപ്പോൾ ഇത്രയും മുകളിലേക്ക് എത്തിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ക്വിൻ സാമ്രാജ്യകാലത്താണ് ഈ വൻമതിലിൻ്റെ പണി ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യൂൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിന്നല്ല, അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ പ്രതിരോധത്തിനായിട്ട് ഈ പ്രാകൃതമായ മൺമതിൽ ഉണ്ടാക്കാൻ ചൈനക്കാർക്ക് അറിയായിരുന്നു. അക്കാലത്തെ ഗോത്രവർഗ്ഗക്കാരായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത്. ക്വിൻ ഷി ഹുയാങ് എന്ന ചക്രവർത്തി ഈ ചൈനയിലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചിട്ട് ക്രിസ്തുവിന് മുമ്പ് 221 ഇക്കാലത്ത് സാമാന്യം വലിയ ആക്രമണം ചെറുക്കാൻ പര്യാപ്തമായ ചെറിയ മതിലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ക്വിൻഷി ഹുയാങ് ഈ മതിലുകൾ ഇണക്കി ഒറ്റ മതിലാക്കി. അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ബലപ്പെടുത്തുകയും ചെയ്യിച്ചു. അന്ന് ഇവിടുത്തെ സ്റ്റെപ്പി പ്രദേശങ്ങൾ വസിച്ചിരുന്ന കുറേ പ്രാകൃതരായ കിഷിയോഗാനു വംശജരുണ്ടായിരുന്നു. അവരിങ്ങനെ നുഴഞ്ഞുകയറ്റൊക്കെ ആയിട്ട് ഇതിനുള്ളിൽ കയറിയിരുന്നു. ഈ വർഗത്തിൽപ്പെട്ട അവരെ കാട്ടിടയന്മാരായിരുന്നു. അവരിങ്ങനെ കൂട്ടായിട്ട് വന്നിട്ട് ഇവിടെ മോഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. പിന്നെ ശരിക്കും യുദ്ധത്തിനേക്കാളും ഇവർക്ക് വലിയ ശല്യം ഉണ്ടായിരുന്നത് ഈ ആട്ടിടയന്മാരായിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലേ, അത് ഇതേപോലെ ഇങ്ങനെ ഒരു ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് സൈറ്റ് പുറമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ പോകുന്ന ഇടയിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ അധികം കയറാനൊന്നും കഴിയില്ല, കാരണം അത്രക്കും ടയേർഡായിട്ടുള്ളതാണ്. ഇത് നമ്മളെ മലയാളികളൊക്കെ പേര് എഴുതുന്നവരുണ്ടല്ലേ, മറ്റേ മൂത്രപ്പരയിലൊക്കെ എഴുതി വെക്കുന്ന പോലെ ഓരോരുത്തർ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നു. ചോക്കുകൊണ്ടുണ്ട്, കല്ലുകൊണ്ട് കുത്തി വരച്ചൊക്കെ ഉണ്ട്, ആണി കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ നിന്നിട്ടില്ല. ഇതൊരു ഒഴിഞ്ഞൊരു സ്ഥലമാണ് ഈ കാണുന്നുണ്ടല്ലേ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി അങ്ങനെ പോകണം. 2 സൈഡും ഉണ്ട് ചുമരുകൾ.
ഒരുപാട് വിദേശികളുണ്ട്. എല്ലാ രാജ്യത്തുള്ള ആൾക്കാരെയും കാണാം. പിന്നെ പൊതുവെ ലോകാത്ഭുതങ്ങൾ കാണുന്ന അവിടെയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായി. ഇപ്പോൾ ഈജിപ്തിലെ പിരമിഡിൽ, താജ്മഹലിൽ, പിന്നെ നമ്മുടെ ഫ്രാൻസിലെ ഈഫൽ ടവറിൽ ഒക്കെ അങ്ങനെ തന്നെ ഉള്ളത്. ഇപ്പം ഞാനിങ്ങനെ ബസ്സിൽ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഒരു കിളിക്കൂട് സ്റ്റേഡിയം ഉണ്ട്, അത് കാണാൻ പോകുന്നു. പണ്ട് ഒളിമ്പിക്സ് ഒക്കെ നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. ബീജിംഗ് നാഷണൽ സ്റ്റേഡിയം ഉണ്ട്, അതൊരു കിളിക്കൂട് മോഡലുള്ളതാണ്. അത് കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. 2019 ഞാനിവിടെ സന്ദർശിച്ചത്. ഇനിയൊരു 935 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 2022 ഇവിടെ ഒരു വിൻ്റർ ഒളിമ്പിക്സ് ഉണ്ട്. ആ ഒരു ഒളിമ്പിക്സിൻ്റെ ഒക്കെ ഇത്ര ദിവസം ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്, 935 ദിവസം. 2008 ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഈ പക്ഷിക്കൂടിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ബെയ്ജിങ്ങിലെ ഒളിമ്പിക് ഗ്രീനിൽ നിർമ്മിച്ച ഈ ഒരു സ്റ്റേഡിയം. ബെയ്ജിംഗ് നാഷണൽ സ്റ്റേഡിയം എന്നാണ് പറയുക. ആ കാണുന്നുണ്ടല്ലേ, കിളിക്കൂട് മോഡലാണ് എൻ്റെ ഉള്ളത്. 2008 ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മത്സരങ്ങളും സമാപന ചടങ്ങുകളൊക്കെ ഈ സ്റ്റേഡിയത്തിലാണ് നടന്നിരുന്നത്. 2008 വേനൽക്കാല ഒളിമ്പിക്സിലെ പ്രധാന മത്സരങ്ങളൊക്കെ ഇതിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, അകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. 91,000 ആളുകൾക്കുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിൽ. 2003 മാർച്ചിൽ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് 2008 ജൂൺ 28 ഇത് ഉദ്ഘാടനം കഴിച്ചത്. ഇത് നിൽക്കുന്നത് ഈ ബീജിങ്ങിലെ ചയോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. $428 മില്യൺ ഈ സ്റ്റേഡിയം, ഈ പരിസരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള ചിലവ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കാണാം. ഇവിടുത്തെ വെള്ളം കൊണ്ടുള്ള കുറച്ച് കളിയുണ്ട്, അതൊക്കെ ഒന്നിങ്ങനെ കാണാം. ഒരു സാധാരണ നിരപ്പായ സ്ഥലത്ത് തന്നെ പല ഡിസൈനിൽ ഇങ്ങനെ വെള്ളം പൊന്തും താഴെയും കളിക്കുന്നതാണിത്. അപ്പോൾ നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് മടങ്ങിക്കുന്നത്. ഇനി നേരെ ഇവിടെ ബീജിംഗ് സിറ്റിയിലൂടെ അങ്ങനെ പോവാണ്. ഇപ്പോൾ സമയം 5:30 മണിയായിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു പ്രസിദ്ധമായൊരു മാളുണ്ട്, അവിടേക്ക് പോവാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇതാണ് ആ സംഭവം. പലവിധ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാം. കംപ്ലീറ്റ് പരസ്യങ്ങളില്ലേ, ഞാൻ മുമ്പ് കാണിച്ചിരുന്നില്ല സീലിങ്ങിൽ, അതേപോലെ ഇവിടുത്തെ ബമ്പ സ്ക്രീനിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ മാളിൽ നിന്ന് പോയി നിൽക്കുന്നത്. ഞാൻ നമ്മുടെ ചെറിയ മോൾക്ക് ഒരു നല്ലൊരു കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി രാത്രി ഡിന്നർ കഴിക്കണം. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ പിന്നെ ഹോട്ടലിലേക്ക് പോകണം. ഇപ്പം സമയം 7:30 മണി കഴിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റിൽ. റൊട്ടിയും കറിയും വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. ഇനി നേരെ ഹോട്ടലിലേക്ക് പോകണം. ഇനി ഉറങ്ങി എണീച്ച് രാവിലെ എണീക്കണം. രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇതൊക്കെ അവിടുത്തെ കുഴക്കട്ട അവിടുത്തെ സംഭവമാണ്. ഇതൊക്കെ ആവിയിലുണ്ടാക്കിയിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ബീജിങ്ങിലത്തെ ഒരു പ്രമുഖ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിക്കുന്നത്. കണ്ട ട്രാക്കുകൾ കണ്ടില്ലേ, ട്രെയിനിൻ്റെ ഇഷ്ടംപോലെ ലൈനുകളുണ്ട്. ഇന്ന് ബീജിങ്ങിൽ നിന്ന് ഷാങ്ഹായിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇതാണ് ട്രെയിൻ ഓടുന്നുണ്ടല്ലേ, നല്ല അടിപൊളി ട്രെയിനാണ്. ഇതൊരു സ്പെഷ്യൽ ട്രെയിനിലാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ. ഇവിടുത്തെ ഹൈ സ്പീഡ് ട്രെയിനുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡുണ്ട്, അദ്ദേഹം ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കും. 1318 കിലോമീറ്ററാണ് ഇനി യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇവിടുത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാലുണ്ട് സ്റ്റേഷൻ്റെ ഉള്ളിൽ, അതിൻ്റെ മുകളിൽ കൂടിയാണ് ഇങ്ങനെ നടക്കുകയാണിത്. ഫുൾ ഗ്ലാസ്സാണിത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗം. റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ എയർപോർട്ടിൻ്റെ അത്രയും ക്ലീനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ആൾക്ക് നമുക്ക് അങ്ങനെ ഒന്ന് കാണാം.去往大连北方向的旅客，请您现在好你的随身记录物品，请您到10A、11A 检票口检票进站，10站台上车。安全提示：车站来往旅客较多。അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രെയിൻ. ഇതിനാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ഷാങ്ഹായിക്കാണ് കുറഞ്ഞ സ്റ്റോപ്പുകളുള്ളത്. അപ്പം ഇനി ഞാനിതിൻ്റെ അകത്ത് കയറണം. ആളുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 9 മണിയായിരിക്കുന്നത്. അപ്പം നമ്മളെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. ഈ ട്രെയിന് 1318 കിലോമീറ്റർ, വെറും 4 മണിക്കൂറും 18 മിനിറ്റാണ് ഇത് എടുക്കുന്നത് യാത്ര അങ്ങോട്ട്. ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ്, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ് സ്ത്രീകൾ. ഇതിലത്തെ ഹോസ്റ്റസാണ്. അപ്പം നമുക്ക് ട്രെയിനിൻ്റെ അതൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ കിലോമീറ്റർ സ്പീഡ് 350 കിലോമീറ്റർ പെർ അവറാണ് ഇതിൻ്റെ സ്പീഡ്. ഇതാണ് സ്പീഡ് കാണിക്കുന്നുണ്ടല്ലേ. കറണ്ട് സ്പീഡ് ഈസ് 342, 350 വരെ അത് പോകും മാക്സിമം. അപ്പോൾ നമുക്കിനി ട്രെയിനിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്നും ഇങ്ങനെ കാണാം കംപ്ലീറ്റ്. ഫ്ലൈറ്റിൻ്റെ അതേ ഒരു ലുക്കാണ് ഇതിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ്. നല്ല വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ലോകത്ത് ഏറ്റവും വേഗതയേറിയ പാസഞ്ചർ ട്രെയിനാണ് ഈ ഒരു ട്രെയിന്, ഈ ബീജിംഗ് ഷാങ്ഹായ് റൂട്ടിലോടുന്നത്. 2011 ജൂൺ 30 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1318 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമുള്ളത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാത.
അതായത് അതിവേഗ പാതയാണ് ഇത്രയും ഈ ഒരു പാതയുള്ളത്. ഷാങ്ഹായിൽ നിന്ന് ബീജിങ്ങിൽ നിന്ന് ഷാങ്ഹായിക്കുള്ള ഈ ഒരു ലൈന്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 350 km/h ഇതിൻ്റെ സ്പീഡുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് കാണിക്കുന്നുണ്ട്. കറണ്ട് സ്പീഡ് ഈസ് 350 km/h. ഈ സ്പീഡിൽ അത് പോകുന്നത്. ഞങ്ങൾ ഷാങ്ഹായ് എത്താനയക്കുന്നത്. ഇതാണ് ഷാങ്ഹായിലെ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് ഹോട്ടലിലേക്ക് ബസ്സിന് പോകണം. നല്ല അടിപൊളിയാണ്. കണ്ടാൽ വല്ല എയർപോർട്ടായിട്ടാണ് തോന്നുന്നു. അത്രയ്ക്ക് ഉഷാറാണിത്. ഇതാണ് നമ്മൾ വന്നിറങ്ങിയിട്ടുള്ള ട്രെയിന്. ഇനി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറമെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി രസമുള്ള സംഭവം. പൂക്കളൊക്കെ ഇങ്ങനെ വലിയൊരു ചട്ടിയിൽ ഒന്നിച്ച് ഒരേ കളറുള്ളതൊക്കെ വെച്ചിട്ട് കണ്ടാൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറമെന്നൊന്നും തോന്നില്ല. അമ്മാതിരി വൃത്തിയും വെടുപ്പൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ബസ്സിൽ പോകണം. ഇവിടുത്തെ ഒരു മ്യൂസിയം കാണാൻ പോവാണ്. ബീജിങ്ങിലെ ആ ലേഡി ഗൈഡ് മാറിയപ്പോൾ ഒരു ആണുങ്ങളെ ഞങ്ങളെ ഗൈഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർത്തമാനം നമുക്ക് കേൾക്കാം. ഇപ്പം നമ്മൾ ബസ്സിലാണ്. ഷാങ്ഹായ് ടൗണിൽ കൂടി അങ്ങനെ പോവാണ്. അപ്പം മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് പൊതുവെ മ്യൂസിയത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഒന്നിങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ക്ലിയർ ഒന്നുമില്ല.
മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കുന്നു. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ചില ബിൽഡിങ്ങുകളൊന്നും ഇങ്ങനെ സാധാ ലെവലിൽ കിട്ടൂല ക്യാമറയിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ബിൽഡിംഗ് ഒന്നും ക്യാമറയിൽ കിട്ടില്ല. അപ്പം അങ്ങനെ കുത്തനെ പിടിച്ചിട്ടുള്ളതാണ്. ഇതിൽ വെർട്ടിക്കലിലാണ് കിട്ടുക. അപ്പം നിങ്ങളതുപോലെ ഇങ്ങനെ കാണുക. ഈ ചൈനയിലെ ഏറ്റവും വലിയൊരു കെട്ടിടമുണ്ട്, ഷാങ്ഹായ് ടവർ. അത് കാണാൻ പോവാണ്. ഇപ്പോൾ സമയം 5:50 ആയിക്കുന്നു. അങ്ങ് ദൂരെ കണ്ടില്ലേ, മേഘത്തിൽ മൂടി നിൽക്കുന്ന ആ ഭാഗത്താണ് പിന്നെ ഷാങ്ഹായ് ടവർ ഉള്ളത്. ഇനി ഇവിടെ ഒരു നദിയുണ്ട്, ഷാങ്ഹായ്. അപ്പോൾ അതിൽ കൂടി നമ്മളൊരു ബോട്ട് യാത്ര നടത്തുന്നുണ്ട്. അതിൻ്റെ പരിസരത്താണ്. അത് ഓപ്പോസിറ്റ് കാണുന്നത് ന്യൂ ഷാങ്ഹായ് ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പിന്നെ ഓൾഡ് ഷാങ്ഹായ് ആണ്. അപ്പോൾ മേഘത്തിൻ്റെ മൂടലുണ്ട്. അതിൻ്റെ ബിൽഡിങ്ങിൽ കയറണം. പക്ഷേ ഇപ്പം ഇന്ന് അതിൽ കയറേണ്ടത്, നാളെയാണ് അതിൽ കയറാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൈകിട്ട് സമയം കുറേ വൈകിക്കുന്നത്. ഇനി ഇതിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തണം. ഇതാണ് ഞാൻ പറഞ്ഞ ഷാങ്ഹായ് ടവർ. കണ്ടില്ലേ, മേഘത്തിൽ മൂടി നിൽക്കുക. എൻ്റെ മോൾ ഭാഗത്ത് കുറേ ഭാഗങ്ങൾ കാണാൻ തന്നെ ഇല്ല ഇപ്പം നമുക്ക്. ഈ പകലിലാണത് കാണുക. റെയിൽവേ സ്റ്റേഷന്, എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ബോട്ടിലേക്ക് കയറാൻ പോയിട്ടുള്ളൊരു പോർട്ടാണിത്. അപ്പോൾ ഇതിലൂടെ അങ്ങനെ പോയിട്ട് വേണം നമ്മളെ ഈ നദിയിൽ കൂടിയുള്ള ബോട്ടിൽ പോകാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ബോട്ടിൻ്റെ സൈഡിലാണ്, ഉള്ളിലല്ല. ഈ യാത്രയിൽ എപ്പോഴും നമ്മൾ ഉള്ളിൽ കയറിയിരിക്കരുത്. എപ്പോഴും നമ്മൾ പുറമങ്ങനെ ഇരിക്കണം. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഞാൻ സ്ഥിരമായിട്ട് പറയാറുണ്ട്, ലോകത്തുള്ള എല്ലാ പട്ടണങ്ങളും ഓരോ നദിയുടെ തീരത്താണ് ഉണ്ടാകാറുണ്ട് എന്നുള്ള. ഈ നദിയുടെ പേരാണ് യാങ്സി നദി. ഷാങ്ഹായിൽ ഈ സീൻ നദി ഉണ്ട് പാരീസിൽ, പിന്നെ തേംസ് നദി ഉണ്ട് നമ്മുടെ ലണ്ടനിൽ, അതുപോലെ ദാൽ ലേക്ക് കാശ്മീരിൽ. അങ്ങനെ എല്ലാ പട്ടണങ്ങളുടെ പരിസരത്തും ഓരോ നദികളുണ്ടാവും. അപ്പം ഈ യാങ്സി നദിയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ നമുക്ക് പോവാം. ഞാൻ ഇപ്പം നിൽക്കുന്നത് ഓൾഡ് ഷാങ്ഹായ് ഭാഗത്താണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് ന്യൂ ഷാങ്ഹായ്. ന്യൂ ഷാങ്ഹായിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ ബിൽഡിംഗ് ഉള്ളത്. ഈ ചൈനയിലത്തെ ഷാങ്ഹായ് ടവർ എന്നതിന് പറയുക. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ട് അങ്ങനെ പോകാൻ നമുക്ക്. ഇതിൽ കൂടെ ഇപ്പോൾ ഇരുട്ട് ആയി വരുന്നുള്ളൂ. ഇനി ഇരുട്ടത്ത് ഇതിലും നല്ല സൂപ്പറായിരിക്കും ലൈറ്റൊക്കെ ഇട്ടാലെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നു. കാരണം ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് ഉഷാറായിട്ട് കംപ്ലീറ്റ് എല്ലാവരും പുറത്ത് തന്നെയാണ്. ഉള്ളിൽ വളരെ കുറവ് ആൾക്കാരാണ് ഇരിക്കുന്നവരുള്ളത്. മഴയൊക്കെ ആകുമ്പോഴുള്ള ഉള്ളിലേക്ക് ആൾക്കാർ കയറുക. അല്ലാത്ത സമയത്ത് കംപ്ലീറ്റ് ഇതിൻ്റെ 4 ഭാഗത്തു കൂടിയും അങ്ങനെ ആൾക്കാരുണ്ടാവും. എപ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ യാത്രയിൽ 4 ഭാഗത്തു കൂടി നിൽക്കാനല്ല, ചുറ്റിൽ നിൽക്കാനുള്ളത്. ഇപ്പോഴും മേഘത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷാങ്ഹായ് ടവർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ട് അങ്ങനെ നമുക്ക് ഇതിൻ്റെ യാത്ര അവസാനിപ്പിക്കാം.
ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ലൈറ്റ് ഇട്ടാൽ ഒരു പ്രത്യേക വ്യൂ തന്നെയാണ് ഉള്ളത്. ഇനി ആകാശം കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ അതിലും അടിപൊളിയായിരിക്കും. ഈ യാങ്സി നദിയുടെ ഉള്ളിൽ 2005 തുടങ്ങിയിട്ട് 2009 പണി കഴിഞ്ഞിട്ടുള്ള ഒരു പാലമുണ്ട്, തുരങ്കമുണ്ട് ഇതിൽ കൂടി, ഈ ഷാങ്ഹായി കൂടി. 8.9 കിലോമീറ്ററാണ് ഈ ടണലിന് പിന്നെ നീളമുള്ളത്. അതിൻ്റെ ഈ നദിയിലൂടെയുള്ള പാലം ഏകദേശം ഒരു 16.63 മീറ്റർ ഉണ്ട്. കപ്പലിന് പോകാൻ വേണ്ടിയിട്ടുള്ള മോഡൽ ഇങ്ങനെ സെൻട്രൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഉള്ള മോഡൽ കേബിൾ സ്റ്റഡ് പാലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ഇവിടുത്തെ ഷാങ്ഹായി തുറമുഖം. ചൈനയിലെ പിന്നെ ഒരു പ്രധാന വ്യവസായ വാണിജ്യ കേന്ദ്രമാണ് ഈ ഷാങ്ഹായ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ സമയം രാത്രി 7:30. നമ്മുടെ ബോട്ടിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്, നമ്മളുടെ ഇതിലത്തെ യാത്ര തീരാനയക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തു കൂടി അങ്ങനെ പോയിട്ട് പുറത്തേക്ക് കിടക്കണം. ഇതാണ് ബോട്ടിൻ്റെ ഉൾഭാഗം. ഒരിക്കലും ബോട്ടിൻ്റെ ഉൾഭാഗത്ത് കയറി ഇരുന്നിട്ട് യാത്ര ചെയ്യരുത്. മഴയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ജസ്റ്റ് കയറാന്നല്ലാണ്ട് ഒരിക്കലും ചെയ്യരുത്. ഞാൻ എൻ്റെ സ്കാൻഡിനേവിയൻ യാത്രയിൽ നോർവേയിൽ ഇതുപോലെ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇനി പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് രാത്രി അയക്കുന്നത്. രാത്രിയും ഇങ്ങനെ കുറച്ച് പകലിലുമായിട്ട് യാത്ര ചെയ്യണം, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് ബന്ധപ്പെട്ടിട്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും മേഘത്തിൽ തന്നെയാണ് നമ്മളെ ബിൽഡിങ്ങൊക്കെ നിൽക്കുന്നത്, കണ്ടില്ലേ? അങ്ങ് ദൂരെ കണ്ടില്ലേ? അതാണ് അതിൻ്റെ കര. അപ്പോൾ വന്ന് നിൽക്കുന്ന ആ ഒരു പാസേജാണ് ആ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്, ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ. ഇനി അടുത്ത് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ഡിന്നർ കഴിക്കുന്ന അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോവാം നമുക്ക്. ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. ആകെ ലൈറ്റിൽ മുങ്ങി നിൽക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബസ്സിൽ കയറിക്കുന്നത്. നല്ല ഒരു അടിപൊളി പാലം കണ്ടില്ലേ? ഞാൻ നേരത്തെ ഒരു പാലത്തിനെ പറ്റി പറഞ്ഞതുപോലെ ആ പാലാണ് ഈ പാലം. നമ്മളെ ഗോവയിലുണ്ട് ഇതേപോലൊരു പാലം. കുറച്ച് ദൂരത്ത് നോക്കിയെങ്കിലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക ലൈറ്റിൽ. അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂമിൽ എത്തിയിരിക്കുന്നത്. ഇനി നല്ല വിശാലമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ഇനി രാവിലെ ഷാങ്ഹായ് ടൗണും ഷാങ്ഹായ് ടവറൊക്കെ കയറാൻ പോകണം. ഇത് ബാത്റൂമാണ്. ഇത് ഒരു ഹോട്ടൽ റൂമിൽ തന്നെ 2 റൂമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതൊരു റൂമ്, ഒരു ബാത്റൂം അങ്ങനെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇതേപോലെ വേറൊരു ബെഡ്, അതിനോട് അറ്റാച്ചിട്ട് ഒരു ബാത്റൂം. അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. യൂറോപ്പിലും ഇതേപോലെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് രാവിലെയാണ്. ഞാൻ ഉറങ്ങി എണീച്ച് ഇതിൻ്റെ ഹോട്ടലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മളുടെ ഹോട്ടൽ. അപ്പോൾ ഇനി ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകണം ഇനി പുറത്ത്. ഇതാണ് ഇതിൻ്റെ ലോങ് വ്യൂ. ഷാങ്ഹായിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഹോട്ടലിലാണ് ഞാനുള്ളത്, റെസ്റ്റോറൻറ്റിൽ. ഇത് നമ്മളുടെ വണ്ടി ഡ്രൈവറാണ്, ഇത് നമ്മളെ സുഹൃത്താണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ പുറപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലമുണ്ട്, ഷാങ്ഹായ് ടവർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ മേഘത്തിൽപ്പെട്ടിട്ടുള്ള. ഇപ്പം ഞാൻ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് നിൽക്കുന്നത്. അതിൽ കയറാൻ ക്യാഷ് കൊടുക്കണം. നമ്മളെ ടൂർ ഗൈഡ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് 118-ാം നിലയിലാണ്. 118, 119 ഈ 2 നില പിന്നെ സന്ദർശകർക്ക് കാണാനുള്ള ഇതാണ്. അത് വലിയ വലിയ ടവറുകളിൽ പിന്നെ നമ്മളെ ലോകരാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 118-ലാണ്. ഇതിൻ്റെ മുകളിലൊരു ഫ്ലോറും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ അവിടെ നിന്നുള്ള വ്യൂ.
ഇപ്പോൾ സമയം രാവിലെ 10:30 മണിയായിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കുറച്ച് വിശദീകരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ബോട്ട് യാത്ര നടത്തിയില്ലേ, ആ ഒരു ഷാങ്ഹായ് നദിയാണ് ആ കാണുന്നത്. ഇതിന് മൊത്തം 128 നിലയുള്ളത്. അത് ഭൂമിക്ക് താഴെ 5 നിലയുണ്ട്. ഇതിൻ്റെ മൊത്തം നീളം 632 മീറ്ററാണ്. ഇതിപ്പോൾ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ്. പക്ഷേ ചൈനയിലെ ഏറ്റവും വലുതിന് ഇത് തന്നെയാണ്. ഫെബ്രുവരി 1 2015 ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. 2008 നവംബർ 1 ഇതിൻ്റെ പണി തുടങ്ങിയത്. 2015 ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു. നല്ല സൂപ്പർ ലുക്ക്. ഇതുണ്ടല്ലോ നദി പോകുന്ന, ഇതിൻ്റെ മറ്റേ ഭാഗം ഓൾഡ് ഷാങ്ഹായ് എന്നറിയും. ഇത് ന്യൂ ഷാങ്ഹായിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിൽ ലോകത്തിൽ ഏറ്റവും സ്പീഡ് പോകുന്ന ഒരു എലിവേറ്റർ ഉണ്ട്. അതായത് ഒരു സെക്കൻഡിൽ 20.5 മീറ്ററിലാണ് അത് പോകുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് ഒരു അന്താരാഷ്ട്ര ഡിസൈൻ സ്ഥാപനമുണ്ട്, ജെൻസ്ലർ എന്നിട്ടില്ല, ഒരാണിത് രൂപകൽപ്പന ചെയ്തത്. പിന്നെ ഷാങ്ഹായ് മുനിസിപ്പൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഇതിലത്തെ 120ാം നിലയിൽ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട് 2021. ആ ഹോട്ടലിൽ വരാണ് ഹോട്ടൽ ഷാങ്ഹായ് ടവർ എന്നുള്ളത്. ഇപ്പം ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആഡംബര ഹോട്ടലായിട്ടുണ്ട് ആ ഒരു ഹോട്ടൽ. ഇതിൻ്റെ മുകളിൽ നിന്ന് രാത്രി നോക്കിയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റൊക്കെ കാണും, പക്ഷേ മേഘത്തിൻ്റെ ഒരു മറവുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ, അപ്പോൾ റോട്ടിൽ നിന്ന് നമ്മളെ ബോട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് മേഘത്തിൽ മൂടി കിടന്നിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷയമുണ്ട്. ഇതാണ് നമ്മുടെ ഷാങ്ഹായ് നദി. എല്ലാ പട്ടണങ്ങളും ഓരോ നദീതീരത്താണ് ഉണ്ടാകുകയെന്ന് ഞാൻ പലതവണ പറയാറുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതിനുള്ള എൻട്രി ഫീ ഉണ്ട്. ഇവിടുത്തെ യുവാനുണ്ട്. അതായത് വലിയ ആൾക്ക് 150 യുവാനാണ്. അതായത് ഒരു യുവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം 11.61 റേറ്റാണ്. പിന്നെ അതേപോലെ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇതിലേക്ക് പ്രവേശനമുള്ളത്. അതേപോലെ നമുക്കൊരു എൻട്രി ടൈം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും കയറിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് പറ്റില്ല. അല്ലാതെ തോന്നുന്ന സമയത്ത് അങ്ങനെ കയറി ഇറങ്ങാൻ പറ്റില്ല. പിന്നെ സമയമുണ്ട്, 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമുക്കത് കണ്ടു കഴിഞ്ഞ് താഴേക്ക് മടങ്ങണം. കാരണം ആളുകളെ പിന്നെ കപ്പാസിറ്റിയൊക്കെ നോക്കും. അപ്പോൾ അതുപോലെ വരുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ട്, ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഓൺലൈൻ ബുക്കിംഗാണ് ഏറ്റവും ഉത്തമം. നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഷാങ്ഹായ് ടവർ. ഈ ഷാങ്ഹായിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കയറണം. നമ്മളെ ഈജിപ്തിലെ കെയ്റോയിൽ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു, കെയ്റോ ടവർ എന്നിട്ടുള്ളത്. അതായത് നൈൽ നദിയുടെ തീരത്താണ് ഈ കെയ്റോ ടവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൊത്തം നൈൽ നദി മൊത്തം കാണാൻ കഴിയും, കെയ്റോ സിറ്റി മൊത്തം കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് നിങ്ങൾ കാണുക. കെയ്റോ ടവർ എന്നാണുള്ളത്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫ്രാൻസിൽ ഈഫൽ ഗോപുരമുണ്ട്. ഈഫൽ ഗോപുരത്തിൻ്റെ മുകളിൽ ഇതേപോലെ കയറിയിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ സീൻ നദിയാണ് അവിടെ ഉള്ളത്. ആ സീൻ നദീൻ്റെ ചുറ്റുമുള്ള പരിസരമൊക്കെ നല്ല ഉഷാറായിട്ട് കാണാൻ കഴിയും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് 360 ഡിഗ്രി, അതായത് റൗണ്ടിൽ മൊത്തം നമുക്കിങ്ങനെ കറങ്ങി കാണാം. അതായത് ഒരു ഭാഗം മാത്രമല്ല. കെയ്റോയിൽ ഇതേപോലെ കെയ്റോ ടവറിൻ്റെ ഏറ്റവും ടോപ്പിലാണ്, ഏറ്റവും ടോപ്പിലെ റൂഫിൽ മുകളിൽ കയറിയെങ്കിലാണ് മൊത്തം കാണുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിവരങ്ങളുള്ളത്. അപ്പം ഇനി ഈ ടവറിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇനി ഇറങ്ങുകയാണ്. ഇപ്പം ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ആഭരണശാല ഉണ്ട്, ജൂട്ട്. ഇവിടുത്തെ ഞാൻ മുമ്പൊന്ന് കാണിച്ചിരുന്നത് അതിൻ്റെ പോലത്തെ വേറൊരു ആഭരണശാല. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളുടെ ഇവിടുത്തെ ഗൈഡ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു ആണുങ്ങളാണ് ഗൈഡ് ഉള്ളത്, പെണ്ണുങ്ങളല്ല ഇവിടെ ഉള്ള ഗൈഡ്. അപ്പോൾ ഇതാണ് ആഭരണശാല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളെ പെണ്ണുങ്ങൾക്കും ഈ ആഭരണത്തോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും വാങ്ങുന്നില്ല. ഇവരുടെ കല്യാണങ്ങൾക്കൊക്കെ ഇവർ ഈ ഒരു ആഭരണങ്ങൾ ഉപയോഗിക്കും. ഇവർ ഗോൾഡ് പൊതുവെ ഉപയോഗിക്കൽ കുറവാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് അങ്ങനെ പോവാം. അപ്പോൾ അവിടുന്ന് തിരിച്ച് പുറത്തിറങ്ങിക്കുന്നു ഞാൻ. ചൈനയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള നഗരമാണ് ഈ ഷാങ്ഹായ് നഗരം. ഈ ഷാങ്ഹായ് നദിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. അതിൻ്റെ പേര് യാങ്സെ എന്ന ഒരു മറ്റൊരു പേരുള്ളത്.
തിരിച്ച് ഞാൻ ബസ്സിൽ കയറിയിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഷാങ്ഹായ് നദി. അപ്പം അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു എക്കോറിയാണ്. ഇവിടുത്തെ പലവിധ മീനുകളൊക്കെ ഉള്ള വലിയ സാധനങ്ങളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കുറച്ചേരം ഇങ്ങനെ കാണാം. അധികം മീനുകളൊന്നും ഇല്ല ഇവിടെ. 2010 കണക്കനുസരിച്ചിട്ട് ഇവിടെ 23 ദശലക്ഷം പേരാണ് താമസിക്കേണ്ടതെന്നാണ് കണക്ക്. ഇതൊരു ബുദ്ധൻ്റെ ഒരു അമ്പലമാണ്. ഈ ചൈനയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരാണല്ലോ ഉള്ളത്. അപ്പം അവരുടെ അമ്പലങ്ങളാണുള്ളത്. എല്ലാ സ്ഥലത്തേക്കും ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കാറില്ല. അപ്പം നമുക്കൊന്നിങ്ങനെ കാണാം ഇതിൻ്റെ ഉത്ഭാവമൊക്കെ. കുട്ടികൾ പരീക്ഷ എഴുതി. അതിൻ്റെ തൊട്ടടുത്തൊരു പൂച്ചയുണ്ട്. ഈ കുട്ടീൻ്റെ പൂച്ചേനെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. പരീക്ഷാ പേപ്പറിൻ്റെ അടുത്ത് പൂച്ച ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ വലിയൊരു ഇതുണ്ട്. ഞാൻ ക്യാമറ ഇങ്ങനെ കുത്തനെ പിടിച്ചേക്കാം, എന്നെങ്കിലും അപ്പോൾ അത് മൊത്തം കാണുക. ഇതതിൻ്റെ പുറംഭാഗമാണ് അമ്പലത്തിൻ്റെ. ഇവിടുത്തെ അവരൊക്കെ ഒരു വാസ്തുവിദ്യ ഇതേ മോഡലാണ്. ഇങ്ങനെ റൂഫ് ഇങ്ങനെ ഒരു മൂല ഇങ്ങനെ വളഞ്ഞിട്ട് നമ്മുടെ തോണീൻ്റെ അറ്റം നിൽക്കുന്ന പോലെ ഇങ്ങനെ പൊന്തി നിന്നിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ ഒരുപാട് ആശ്രമങ്ങളുണ്ട്, ബുദ്ധാശ്രമങ്ങൾ. അതിൽപ്പെട്ടൊരു പ്രമുഖ ആശ്രമമാണിത്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നതാണ്. Ad arrivare al mondo della longevità, ok? Questo per noi è come la grande sala della preghiera, quindi ogni tempio buddista sempre c'è questa sala uguale. Quando entriamo una parte c'è la tamburo, l'altra parte la campana. അപ്പോൾ ആശ്രമത്തിൽ നിന്നും പുറത്തെടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു മീനുകളൊക്കെ വളർത്തുന്നൊരു സ്ഥലമുണ്ട്. വളർത്തലല്ല, അത് നാച്ചുറലായിട്ടുള്ള തന്നെയാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്നിങ്ങനെ കാണാം. നല്ല കളർ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വെള്ളം അത്ര അങ്ങോട്ട് ക്ലിയർ ഒന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ട് സംഭവം കാണാൻ. ഏതായാലും പഞ്ചാബിൽ അമൃത്സറിൽ അവരുടെ കുളത്തിലുണ്ട് ഇതേപോലെ കളർ മീനുകൾ ഇഷ്ടം പോലെ. നമ്മൾ കാല് വെച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കടിച്ചിട്ട് അങ്ങനെ അവർ പോവും. ചൈനയിലെ ഭർത്താക്കന്മാർക്ക് നല്ല സുഖം അവിടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവ് കുറവാണ്. ഇവിടെ സ്ത്രീകൾ ആകെ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും ഇടുക. പുരുഷന്മാരാണ് പിന്നെ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് കിടക്കുക. സ്ത്രീകൾ ഒരു 95% ഒരു ചെറിയൊരു ട്രൗസറും ഒരു ടീഷർട്ടും. ഇതാണ് ഇവരുടെ ഡ്രസ്സ് കൂടുതലുള്ളത്. അപ്പോൾ വല്ലാണ്ട് വലിയ വില കൊടുത്ത് ഡ്രസ്സ് വാങ്ങേണ്ട ആവശ്യമില്ല ഇവർക്ക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡിന്നർ കഴിക്കണം. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെയൊക്കെ എല്ലാതും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിൽ പോയിട്ട് കിടന്നുറങ്ങണം. ഇതൊക്കെ ചെമ്മീനാണ്. പലവിധ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നോൺ വെജ് ഐറ്റാണ്. കോഴിമുട്ട ഉണ്ട്. ചൈനയുടെ ഈ ചെറിയൊരു എപ്പിസോഡ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.